മാല ചേട്ടാ, ചെറിയൊരു മാല. എപ്പോടെ കാണാം. ബഹുമാന്യനായ MLA ശ്രീ ശാന്തി ഉമ്മനെ യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഹാരാർപ്പണം ചെയ്തുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ കുരുവിള വർക്കി. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോജി ഇവിടെയുണ്ട്. ജോജി നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഹാരാർപ്പണം ചെയ്യുന്നു. രണ്ട് വാക്കുകൾ സംസാരിക്കാനായി ബഹുമാന്യനായ MLA ക്ഷണിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അന്നും പോയത്. തിരിച്ചു വന്നപ്പോഴും അത് രീതിയിൽ തുടരാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഒരു വലിയ അവസരമായി അല്ലെങ്കിൽ നിയോഗമായിട്ടാണ് ഞാൻ ഈ കരുതുന്നത്. കാരണം ആദ്യമായി ശിവരി മഠത്തിൽ ഞാൻ ചെന്നത്, എൻ്റെ ജീവിതത്തിൽ ചെന്നത് എൻ്റെ പിതാവിനോടൊപ്പം. അദ്ദേഹം മുഖ്യമന്ത്രിയായി ആദ്യം പോയ സ്ഥലം ശിവരി മഠമാണ്. ആ ശിവരി മഠത്തിൽ ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവിനോടൊപ്പം സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ചെന്നു. ഇത് കഴിഞ്ഞ വർഷം നവംബറിൽ ശിവരി മഠത്തിൻ്റെ പ്രതികൾ എന്നോട് ആവശ്യപ്പെട്ടു, വത്തിക്കാനിൽ വെച്ച് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുക, സർവമത സമ്മേളനം നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ ഒരു എളുപ്പമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല. കഴിഞ്ഞ വർഷം നവംബർ തൊട്ട് ശ്രമിക്കുകയാണ്. ഓഗസ്റ്റിലാണ് മാർപ്പാപ്പയെ കാണണം എന്നുള്ളൊരു സാഹചര്യം ഒരുങ്ങി. അതിന് അഭിവന്ധ്യ കർദിനാൾ, അന്ന് വൈദികനായിരുന്നു, അദ്ദേഹം അതിന് നേതൃത്വം കൊടുത്തു. ഞങ്ങൾക്ക് 10 മിനിറ്റോളം മാർപ്പാപ്പയെ 10 മിനിറ്റ് കാണുമെന്ന് പറഞ്ഞാൽ ഒരു നടക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. 10 മിനിറ്റ് ഞങ്ങൾക്ക് കാണുകയും ഇറ്റാലിയൻ ഭാഷയിൽ ഗുരുദേവനെ പറ്റി മാർപ്പാപ്പയോട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. അദ്ദേഹം അല്പ ക്ഷീണിതനായിരുന്നു. പക്ഷേ അദ്ദേഹം വലിയ താല്പര്യമെടുത്തു. ഞങ്ങൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയ കാര്യം, നമ്മുടെ ഒരു മന്ത്രിയെ കാണണമെങ്കിൽ പോലും പേരെങ്കിലും ചോദിക്കും. പേര് പോലും ചോദിക്കാതെ ഞങ്ങൾ 150 പേരെ അകത്തോട്ട് കൊണ്ടു.
എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം പേര് പോലും ചോദിച്ചില്ല. അത് അഭിനന്ദ കർദിനാൾ തിരുമേനി ശ്രീ ജോർജ് കൂവക്കാട് അവരുടെ പ്രത്യേകമായ താല്പര്യവും സ്നേഹമാണ്. അത് ഇന്ത്യയോടുള്ള സ്നേഹമാണ്. മാർപ്പാപ്പ കാണിച്ച ആദരവാണ്. സ്വിസ് ഗാർഡിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഹാളിലേക്ക് കടന്നത്. 180ഓളം പേരെയും കാണുവാൻ 2 മണിക്കൂർ സമയം പരിശുദ്ധ പിതാവ് എടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ചരിത്രത്തിൽ കേട്ടിട്ടില്ല ഇങ്ങനൊരു പരിപാടി. വന്ന 150 പേരെയും കണ്ടു. 150 പേരുടെ നിന്നും സമ്മാനങ്ങൾ സ്വീകരിച്ചു. ആ സ്വീകരിച്ച സമ്മാനം അത് എല്ലാം അവിടുത്തെ റെക്കോർഡിൽ വെക്കുകയും ചെയ്തു. വലിയ ഒരു ആദരവ്. ഞങ്ങൾക്ക് പലതവണ അദ്ദേഹത്തെ കാണുവാൻ, ഫോട്ടോ എടുക്കുവാൻ, പിന്നെ ഞങ്ങളോടൊപ്പം ഫോട്ടോ എടുക്കുവാൻ വളരെ ചിരിച്ചും കളിച്ചും ഒക്കെ ഒരു മാർപ്പാപ്പ ഇടപെടുന്നത് കണ്ടപ്പോൾ എന്ത് പറയണം എന്നറിയില്ല. അതുപോലെ തന്നെ അവിടുത്തെ പരിപാടിക്ക് ശേഷം സർവ്വ സമ്മേളനം, ലോകത്തിലെ 6 മതങ്ങൾ വന്ന് പങ്കെടുക്കുന്ന ഒരു സർവ്വ സമ്മേളനം നടന്നു. സിഖ് മതം, ബുദ്ധമതം, ക്രൈസ്തവ മതം, ഹിന്ദുമതം, ജൂതമതത്തിൻ്റെ പ്രതിനിധിക്ക് എത്താനൊരു ബുദ്ധിമുട്ട് വന്നു. ബാക്കി എല്ലാവരും വന്ന് പങ്കെടുത്തു. ഒരു സർവ്വമത പ്രാർത്ഥനാലയം ശിവരിൽ സ്ഥാപിക്കണമെന്നുള്ള സന്യാസിമാരുടെ ആഗ്രഹം മാർപ്പാപ്പയ്ക്ക് മുന്നിൽ ഞങ്ങൾ പങ്കുവച്ചു. അതിനുശേഷം അസീസിയിൽ പോയി. നമുക്കറിയാം, ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു അപ്പോസ്തലനാണ്. സ്നേഹം ലോകത്തിന് വാഗ്ദാനം ചെയ്ത് ഇസ്ലാം മതവും ക്രൈസ്തവ മതവും ഒരുമിച്ച് കഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിൽ പോയി ഇസ്ലാം മതത്തിൻ്റെ പ്രതിനിധികളോട് സമാധാനം പ്രസംഗിച്ച അസീസിയുടെ പുണ്യവാന്റെ മണ്ണിൽ തന്നെ ഗുരുദേവന്റെ അതേ ആശയം, ഗുരുദേവൻ നിങ്ങൾക്കറിയാം, പക്ഷിമൃഗങ്ങളെയും എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഗുരുദേവൻ അസീസിയിലെ പുണ്യവാനും അങ്ങനെ തന്നെയാണ്. ആ അസീസിയിലെ പുണ്യവാന്റെ മണ്ണിൽ വെച്ച് ഈ പരിപാടി സമാപനം കുറിക്കുവാനും സാധിച്ചത് അശ്ലോക നിമിഷമായി കരുതുന്നു. ഒപ്പം ജോർജ് കൂവക്കാട്ട് പിതാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ഭാരതത്തിന്റെ അഭിമാനമാണ്, ഭാരതത്തിന്റെ പുത്രൻ. ഒരു സംശയവും വേണ്ട, ഇതിലും ഉന്നതങ്ങളിലെത്തും എന്നുള്ളതൊരു ദൈവ നിയോഗം ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും അത് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അദ്ദേഹം ചെയ്തു തന്ന ഒരു വലിയ താല്പര്യമാണ്. അദ്ദേഹം മാർപ്പാപ്പയോടുള്ള അടുത്ത ബന്ധം കൊണ്ടാണ് നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം അവിടെ കിട്ടുകയും ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ. ഇങ്ങനെ ഗുരുദേവന്റെ ഒരു ലോക ഗുരുവായി ലോകം അംഗീകരിക്കുന്ന ഭാരതീയൻ എന്നതിനപ്പുറം ലോകത്തിന്റെ ഒരു പൗരനായി ഇന്ന് ഗുരുദേവനെ ലോകം അംഗീകരിക്കുന്നു. ലോകത്തിലെ വിവിധ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു. ഗുരുദേവൻ നമ്മളെ സംബന്ധിച്ച് നമുക്കെല്ലാം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ് കേരളത്തെ ഒന്നിപ്പിക്കുവാൻ ശ്രമിച്ച, അതുപോലെ തന്നെ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ച ഗാന്ധിയോടുൾപ്പെടെ സംസാരിച്ച് ഗാന്ധിയുടെ ആദർശങ്ങളെ പറ്റി പറയുവാനും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ പറയാനൊക്കെ അവസരം കണ്ടെത്തിയ മഹാപുരുഷനാണ്. ആ ഗുരുദേവൻ ലോക ആരാധ്യനായി വരുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒരു ശക്തിയായി ഗുരുദേവൻ എന്ന് മാറിയിരിക്കുന്നു. നമ്മളോടൊപ്പം ജീവിക്കുന്ന ഗുരുദേവനും നമ്മളെ ആശയങ്ങൾ നമുക്ക് പകർന്നു തരുന്ന ഗുരുദേവനും ഈ അവസരത്തിൽ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലോകം അംഗീകരിക്കുന്ന ഒന്നായി മാറി, ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒന്നായി മാറി. ഇവിടെ വരുവാനും അതേപോലെ പങ്കെടുക്കുവാൻ അനവധി പേർക്ക് സാധിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നന്ദി പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയും കരുതലും കൂടെ കൊണ്ടാണ് ഈ പരിപാടി വലിയ വിജയമായി തീർന്നത്. ഞാനിവിടെ പല ദിവസങ്ങളും ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിനു വേണ്ട ഇവിടെ അവർക്ക് എന്നെ കാണാൻ വരുന്നവരെയൊക്കെ സഹായിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും മനസ്സ് കാണിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതുപോലെ തന്നെ പുതുപ്പള്ളിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചതിൽ എനിക്കറിയാൻ സന്തോഷമുണ്ട്. 5 അപ്പം, എൻ്റെ പിതാവിൻ്റെ ഒരു സ്വപ്നം പുതുപ്പള്ളി വിശപ്പില്ലാത്ത ഒരു നാടായി മാറണമെന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് 5 അപ്പം എന്ന് പറഞ്ഞ ഒരു പദ്ധതി ബോബി അച്ഛൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതി ന്യൂയോർക്കിൽ അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ന്യൂയോർക്ക് സിറ്റിയുടെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ച് പുതുപ്പള്ളിയിൽ അത് തുടങ്ങാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുക, ആര് വന്നാലും കഴിക്കുന്ന രീതിയിൽ ഫ്രീ ആയിട്ട്. എൻ്റെ ആഗ്രഹം എൻ്റെ പിതാവിൻ്റെ കല്ലറയോട് ചേർന്ന് തന്നെ അതിനുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു കെട്ടിടം കാണിച്ചു കൊടുത്താൽ മാത്രം മതി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കെട്ടിടം കാണിച്ചു കൊടുക്കുകയും അതിനോട് ചേർന്ന് തന്നെ, കാരണം എൻ്റെ പിതാവിൻ്റെ ആഗ്രഹവും അത് സഫലമാവുന്ന രീതിയിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നു. അത് ഈ ഒരു യാത്രയിൽ അത് സാധ്യമായിരിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഗുരുവിൻ്റെ ഒരു ദർശനവും കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെ വലിയ ഒരു സ്നേഹം തന്ന എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. അതല്ലേ
ഇവിടെ വെച്ച് തന്നെ കാണാൻ ഒത്തിരി നേരെയും കൂടെ ഒരുമിച്ച് നമുക്കപ്പോൾ നടന്നു തോമസ് പിന്നെ വേണ്ടിയിട്ട് യാത്ര അവിടെ നമ്മുടെ ആൾക്കാർ നാളെ നാളെ വരുന്നുണ്ട്. നാളെ ഇങ്ങോട്ട് വരും രാവിലെ വരുന്നുണ്ട്. ഞാനവിടെ 4